സമാധിയായെന്ന് ബന്ധുക്കൾ പ്രചരിപ്പിച്ച ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. രാവിലെ നെയ്യാറ്റിൻകര ആറാലുംമൂട്ടിലെ വീട്ടിലെ കല്ലറ തുറന്ന് പുറത്തെടുത്ത മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, മരണത്തിലെ ദുരൂഹത മാറ്റുന്നതിന് വേണ്ടി 3 തലത്തിലുള്ള പരിശോധനയാണല്ലോ. ആദ്യത്തെ ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഇന്ന് തന്നെ ചില വിവരങ്ങളെങ്കിലും അറിയുവാൻ കഴിയുമല്ലോ. പക്ഷേ ഈ രാസപരിശോധനാ ഫലം അതെന്തായാലും വൈകുമെന്നല്ലേ അറിയുന്നത്? മഞ്ജുഷ, പോസ്റ്റ്മോർട്ടം നടപടി സമയത്തിനുള്ളിൽ മൃതദേഹം തീരുമാനിച്ചിട്ടുള്ളത്. വി വിനോദ് ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. രാവിലെയാണ് കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തത്. രാവിലെ തന്നെ ഈ പ്രദേശം പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നിയന്ത്രണത്തിലായിരുന്നു. 3 സ്ലാബുകൾ മാറ്റിയ ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത്. സമാധിയിരിക്കുന്നത് പോലെ ചമ്രം പടിഞ്ഞായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. വിനോദ് ചേരുന്നു. വിനോദ്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? മനുഷ്യ, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ മൃതദേഹം പുറത്തിറക്കും. വീട്ടുകാർക്ക് കൈമാറാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ 3 തരത്തിലുള്ള പരിശോധനകളാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടിയുടെ ഭാഗമായി ഉണ്ടായത്. ഏതെങ്കിലും തരത്തിൽ വിനോദിലേക്ക് വരാം. എന്തായാലും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ തന്നെ അറിയിച്ചതാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും എന്ന്. അതുപ്രകാരം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഗോപൻ സ്വാമിയുടെ മകനെ നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു. ബന്ധുക്കൾ ഇപ്പോൾ മൃതദേഹം കൈമാറി സ്വദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. 3 സ്ലാബുകൾ ഇളക്കി മാറ്റിയാണ് മൃതദേഹം പുറത്തെടുത്തതെന്ന് ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നതിന് സാക്ഷിയായ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി പുത്തനമ്പലം വാർഡ് കൗൺസിലർ ന്യൂസ് 18നോട് പറഞ്ഞു. കഴുത്തറ്റം പൊക്കത്തിൽ ഭസ്മവും കർപ്പൂരവും കൊണ്ട് നിറഞ്ഞിരുന്നു. വാ തുറന്നിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം.